സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ നഗരത്തിൽ നിന്നും വാടാനപ്പള്ളി റൂട്ടിൽ 12 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇരവ് എന്ന സ്ഥലത്തെത്താം. അല്ല, കപ്പലുപള്ളിയിൽ എത്താം. ആദ്യ കാഴ്ചയിൽ തന്നെ ആരെയും അതിശയിപ്പിക്കുന്ന രീതിയിൽ ആണ് ഈ പള്ളിയുടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. മറ്റുള്ള ദേവാലയങ്ങളിൽ നിന്ന് അനേകം പ്രത്യേകതകൾ ഈ ദേവാലയത്തിന് ഉണ്ട്. ഒരു ദേവാലയത്തിന് ലോകത്തിൽ ഇതുപോലെയൊരു മോഡൽ ഒരുപക്ഷെ ഈ പള്ളിക്ക് മാത്രമായിരിക്കും. 1983 ആണ് ഈ ദേവാലയം കപ്പലിൻ്റെ മാതൃകയിൽ പുതുക്കി നിർമ്മിച്ചത്. അതിന് നേതൃത്വം നൽകിയത് ഭാവനാസമ്പന്നനായ ഇമ്മാനുവേൽ റാത്തപ്പള്ളിയച്ചനാണ്. കപ്പൽ ഷേപ്പിൽ ഒരു പള്ളി, അടിസ്ഥാനം ബൈബിളിൽ തന്നെയാണ്. ബൈബിളിൻ്റെ വെളിച്ചത്തിൽ, ദൈവശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ സഭ നൗക ആയിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത്. സ്വർഗോന്മുഖമായി പ്രയാണം ചെയ്യുന്ന സഭാനൗക, സ്വർഗീയ തുറമുഖത്തേക്ക് പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്ന യാനപാത്രം. അതാണ് സഭയെക്കുറിച്ചുള്ള അടിസ്ഥാന കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടനുസരിച്ച് അന്നത്തെ ഇവിടെ വികാരിയായി വന്ന ഇമ്മാനുവേൽ റാത്തപ്പള്ളി അച്ഛൻ ഒരു കപ്പൽ മാതൃകയിൽ പള്ളി ഉണ്ടാക്കാൻ തീരുമാനിക്കുകയും ചുറ്റും വെള്ളം നിർത്തിക്കൊണ്ട് തന്നെ യഥാർത്ഥ കപ്പലിൻ്റെ ഒരു മോഡലിൽ പള്ളി ഉണ്ടാക്കാൻ തീരുമാനിക്കുകയും അത് ആ ആശയം പങ്കുവയ്ക്കുകയും ചെയ്തു. അതിന് സാർവത്രികമായ ഒരു സ്വീകാര്യത ലഭിച്ചു. അങ്ങനെ അദ്ദേഹം ഈ പള്ളി പണിയായിട്ട് ആരംഭിച്ചു. ഈ പള്ളി വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ നാമധേയത്തിലാണ് സ്ഥാപിതമായിരിക്കുന്നത്. വിശുദ്ധ കൊച്ചുത്രേസ്യ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്ന് ദൈവാനുഗ്രഹത്തിൻ്റെ റോസാപുഷ്പങ്ങൾ വർഷിക്കും എന്ന് പറഞ്ഞിരുന്നു. ഇവിടുത്തെ തിരുനാളിൻ്റെ പ്രധാനപ്പെട്ട ഒരു ദിവസം റോസാപുഷ്പങ്ങളുടെ വെഞ്ചരിപ്പും വിതരണവും ആശീർവാദമൊക്കെയാണ്. 10,000 റോസാപുഷ്പങ്ങൾ ഇപ്പോൾ കൊണ്ടുവരുന്നത് ബാംഗ്ലൂരിൽ നിന്നൊക്കെയാണ്. അതിനെ കൊണ്ടുവന്ന് ഇവിടെ വന്ന് ആശീർവദിച്ച് വരുന്ന എല്ലാവർക്കും ഈ റോസാപുഷ്പം കൊടുക്കുന്നു. അത് വളരെ ഭക്തിയോടുകൂടി റോസാപുഷ്പങ്ങൾ ജനങ്ങൾ ഏറ്റുവാങ്ങുന്നു. അത് ആശീർവാദമൊക്കെ നടന്നു. ഉള്ളിൽ കൊണ്ടുപോകുന്ന റോസാപുഷ്പങ്ങളെക്കുറിച്ചും പലരും കേട്ടിരിക്കുന്നതനുസരിച്ച് ഈ റോസാപുഷ്പത്തിൻ്റെ ഇതളുകൾ എണ്ണയിലിട്ട് അത് എണ്ണ കാച്ചി തലയിൽ പുരട്ടിയാൽ പല അസുഖങ്ങളും കിട്ടിയിട്ടുണ്ട് എന്നുള്ള സാക്ഷ്യം പലരും ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് നേർച്ചയായി കിട്ടുന്ന ഈ റോസാപ്പൂക്കൾ ആളുകൾ കുടിൽ കൊണ്ടുപോയി സൂക്ഷിക്കുകയും അടുത്ത കൊല്ലം വരെ ഇത് സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ കുരുത്തോല ആളുകൾ ഉള്ളിൽ സൂക്ഷിക്കുന്നത് പോലെ തന്നെ. മാത്രമല്ല, ഈ സൂക്ഷിക്കപ്പെടുന്ന ഈ റോസാപുഷ്പത്തിൻ്റെ ഇതിൽ എടുത്ത് മരുന്നായിട്ട് ഒക്കെ ഉപയോഗപ്പെടുത്തുന്നു. സാക്ഷ്യപ്പെടുന്നതായിട്ട് ഒത്തിരിയേറെ അനുഭവങ്ങൾ പറയാനുണ്ട്. ദേവാലയത്തിനുള്ളിൽ പ്രവേശിച്ചാൽ കപ്പലിൻ്റെ ഉള്ളിൽ കയറിയ അനുഭവം തന്നെയാണ് നമുക്കുണ്ടാവുക. ഒരിടത്തും കാണാത്ത തരത്തിലുള്ള അൾത്താര, ആപ്പിൾ മരത്തിനുള്ളിൽ ആണ് സക്രാരി സൂക്ഷിച്ചിരിക്കുന്നത്. വശങ്ങളിൽ കർത്താവിൻ്റെ കുരിശുരൂപവും മറുവശത്ത് ഇടവക മധ്യസ്ഥതയുടെ രൂപവും. ഭിത്തിയുടെ 2 വശങ്ങളിലുമായി പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ചില മുഹൂർത്തങ്ങൾ ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഈ കാണുന്ന ദൃശ്യം കാനാൻ ദേശം ഉറ്റുനോക്കാൻ വേണ്ടി മോശ ഇസ്രായേൽ ഗോത്രത്തിലെ 12 പേരെ, തിരഞ്ഞെടുക്കപ്പെട്ട 12 പേരെ അങ്ങോട്ടേക്ക് അയക്കുകയും അവർ തിരിച്ചു വരുമ്പോൾ ഭാരമേറിയ മുന്തിരിക്കൊല 2 വ്യക്തികൾ ചുമന്നുകൊണ്ട് വരുന്ന പടമാണ് കാണുന്നത്. ഇത് സാംസൺ. അദ്ദേഹം സിംഹത്തെ എൻ്റെ പെടലിക്ക് പിടിച്ച് വലിച്ചു കയറി കൊല്ലുന്ന ദൃശ്യമാണ് കാണിച്ചിരിക്കുന്നത്. ഇത് ഇസ്രായേൽ ജനത്തിന് വേണ്ടിയിട്ട് മോശ പ്രാർത്ഥിച്ച് പടി കൊണ്ട് പാറയെ പഠിച്ച് ആ ജല വരുന്നതിൻ്റെ പ്രതീകം ഇതാണ്.
ഈ ചിത്രം രൂപീകരിച്ചത്. ക്രിസ്തുവിനെ പിശാച് പരീക്ഷിച്ചതിനെ കുറിച്ചുള്ള ഒരു ഇതാണ് എഴുതിയിരിക്കുന്നത്. ഇത് ധനവാന്റെയും ലാസറിന്റെയും ഉപമയെ കാണിക്കുന്ന ഒരു ചിത്രീകരണമാണ്. ഇത് മഗ്ദലന മറിയം കാല് കഴുകി മുത്തുന്ന ഒരു ഭാഗമാണ്. യേശുവിനെ കാല് കഴുകി മുത്തുന്ന ഒരു ഭാഗമാണ്. ഇത് നമ്മുടെ ദൂർത്തുപുത്രന്റെ ഉപമയെ ആസ്പദമാക്കിയിട്ടുള്ള ചെറിയൊരു ഭാഗമാണ്. ഒരു വെയിലത്ത് യോനാ പ്രവാചകൻ നഗരത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് കുടിൽ കെട്ടി ഇരിക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ഇത് ഏലിയ പ്രവാചകൻ വിശന്നു വലഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ദൈവം കാക്കയച്ച് ഭക്ഷണം എത്തിക്കുന്ന ദൃശ്യമാണ് ഈ കാണുന്നത്. ബാബേൽ ഗോപുരം, ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അവർ നിർമ്മിച്ച ഗോപുരമാണ് ബാബേൽ ഗോപുരം. മോസസിനെ നൈൽ നദിയിൽ ഒഴുക്കുന്ന ഒരു രംഗമാണിത്. ഇത് പൂർവ്വപിതാവായ ജോസഫ് പോത്തിഫറിന്റെ തടവറയിൽ കിടക്കുമ്പോൾ ഫറവോന്റെ ജോലിക്കാർ കാണുന്ന സ്വപ്നത്തിന്റെ വ്യാഖ്യാനത്തിന്റെ പ്രതീകമാണത്. ഇത് വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷത്തിന്റെ പ്രതീകമായ സിംഹത്തിന്റെ രൂപമാണ് കൊടുത്തത്. ഇത് ക്രിസ്തുവിന്റെ പ്രതീകമായ ലോകത്തിന്റെ പാപങ്ങൾ നീക്കാൻ വരുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറയുന്ന യോഹന്നാന്റെ വാക്കുകൾ അനുസ്മരിച്ച് ക്രിസ്തുവിന്റെ പ്രതിരൂപമായിട്ട് കൊടുത്തതാണ്. ആദിമസഭയിൽ വിശുദ്ധ കുർബാന സംലഭ്യമല്ലാതിരുന്ന കാലത്ത് വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ അടയാളമായിട്ടാണ് മത്സ്യത്തെ വരച്ചു വെച്ചിരുന്നത്. ഇത് പഴയ നിയമത്തിൽ പറയുന്ന വാഗ്ദാനപ്പേട. വെട്ടുകിളികൾ എന്ന് പറയും. ഉൽപ്പത്തി ചിത്രീകരിക്കുന്ന ഭാഗങ്ങളാണ് ഈ കാണുന്നത്. കഴുകന്റെ ദൃശ്യം എന്ന് പറയുന്നത് കേദാർ നദീതീരത്ത് പ്രവാചകൻ 4 ജീവികളെ ദർശനത്തിൽ കാണുന്നു. അതിലെ ഒരു ജീവിയാണ് സുവിശേഷം അടിക്കുന്ന കഴുകൻ. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്ത് അന്ന് കേസറിയയിലെ മെത്രാനായിരുന്ന എവസേബിയോസ് 50 ബൈബിൾ കോപ്പികൾ തുകൽ ചുരുളുകളിൽ എഴുതിയുണ്ടാക്കി അത് പ്രധാനപ്പെട്ട 50 സഭാ ആസ്ഥാനങ്ങളിലേക്ക് കൊടുത്തയച്ചു. അതില്ലാഞ്ഞ സ്ഥലങ്ങളിൽ ഇതുപോലെ ദൃശ്യങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് ദേവാലയത്തിൽ വചനം പഠിപ്പിച്ചിരുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു ദേവാലയത്തിൽ ഇപ്രകാരം ഛായാചിത്രങ്ങൾ രൂപകൽപ്പന ചെയ്ത് ഒരു ദേവാലയം നിർമ്മിച്ചത്. ഈ പള്ളിയുടെ സക്രാരിയുടെ അടിയിലാണ് സെമിത്തേരി. വെള്ളിയാഴ്ച പെരുന്നാളിന് 2 ദിവസം മുതൽ ശനി വെള്ളിയാഴ്ച എല്ലാവർക്കും റോസാപ്പൂ വിതരണം ചെയ്യും. അതാണ് ഈ പള്ളിയിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ചടങ്ങ്. നമ്മുടെ ഇടവ് മാത്രമല്ല, ഇവിടെ തൊട്ടടുത്തുള്ള കുന്നത്തങ്ങാടി, കാഞ്ഞാണി, മനക്കുടി തുടങ്ങി എല്ലാ ഇടവകയിൽ നിന്നും ആളുകൾ ആ സമയത്ത് വന്ന് കളക്ട് ചെയ്ത് പോകും. മറ്റു പ്രത്യേകതകൾ കൊണ്ടും വ്യത്യസ്തമായ നിർമ്മാണ ശൈലി കൊണ്ടും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും തീർച്ച.